പേരുമാറ്റത്തിന് ഒരുങ്ങുകയാണ് കൊച്ചി മെട്രോ. ഇനി കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന പേരുമാറ്റത്തിനാണ് ശ്രമിക്കുന്നത്. ഈ പേരുമാറ്റത്തിനുള്ള ശുപാർശ KMRL സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. പുതിയ വികസന പദ്ധതികൾ ഏറ്റെടുക്കാനുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കൊച്ചി മെട്രോ വരുന്നത്. നവമി ദിനേശുണ്ട്. നവമി, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. എന്താണ് ഈ പേരുമാറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? സംസ്ഥാനത്തേക്ക് കൊച്ചിയിൽ ഒതുങ്ങുന്ന ഒരു സ്ഥാപനം, ഒരു കമ്പനി, അതിനെ സംസ്ഥാനാടിസ്ഥാനത്തിൽ എങ്ങനെ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്? സജിത്ത്, KMRL വലിയ ലാഭത്തിലാണ് ഇപ്പോൾ അവരുടെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചി മെട്രോയിൽ നിന്നും വലിയ വരുമാനം തന്നെയാണ്, റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസം കഴിയുന്തോറും കൊച്ചി മെട്രോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വാട്ടർ മെട്രോ ആയിട്ടും ഫീഡർ ബസ് സർവീസിലായിക്കോട്ടെ, ഇതിനെല്ലാം ഒരു വലിയ ലാഭത്തിൽ തന്നെയാണ് KMRL ഇപ്പോൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുന്നതിന്, പ്രത്യേകിച്ച് നമുക്കറിയാം തിരുവനന്തപുരത്തും മെട്രോയുടെ സാധ്യതകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതും യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കത്തിലേക്കാണ് KMRL സംസ്ഥാന സർക്കാരും കൂടിയൊക്കെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോടും മെട്രോ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ അത് മുന്നിലുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് KMRL ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. കൊച്ചി മെട്രോ എന്നത് മാറ്റിക്കൊണ്ട് കേരളം മെട്രോ എന്ന ഒരു പുതിയ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് MD ലോക്നാഥ് ബെഹ്റ സംസ്ഥാന സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. എന്നാലും സംസ്ഥാന സർക്കാർ ഇത് പരിഗണിച്ചതിന് ശേഷം, ഈ ശുപാർശ പരിഗണിച്ച ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് KMRL കടക്കുക. അത് സംസ്ഥാന സർക്കാർ അനുമതി നൽകി കഴിഞ്ഞാൽ പിന്നീട് ഡയറക്ടർ ബോർഡ്, ഓഹരി ഉടമകൾ, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം, കേന്ദ്ര സർക്കാർ എന്നിവരുടെ അനുമതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടിയിരിക്കും. എന്തായാലും അതിനൊക്കെ ശേഷമായിരിക്കും ഈ അന്തിമമായിട്ടുള്ള പേരുമാറ്റം നടക്കുക. എന്തായാലും KMRL പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്, ഇങ്ങനെ പേരുമാറ്റം ഉണ്ടായാൽ പോലും അത് KMRLന്റെ നിലവിലുള്ള സ്വത്തുക്കൾക്കോ ബാധ്യതകളോ കരാറുകളോ ജീവനക്കാരോ നിയമപരമായിട്ടുള്ള നിലനിൽപ്പോ എന്നിവയൊന്നും തന്നെ ബാധിക്കില്ല. കമ്പനിയുടെ സ്വന്തം ബഡ്ജറ്റ് ഉപയോഗിച്ചായിരിക്കും ഈ പേരുമാറ്റത്തിന്റെ ബ്രാൻഡിങ്, അതിനു വേണ്ടിയിട്ടുള്ള തുകകളെല്ലാം വിനിയോഗിക്കുക എന്നാണ് KMRL MD വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഇടങ്ങളിലേക്ക്, കോഴിക്കോടും തിരുവനന്തപുരത്തേക്കുമൊക്കെ മെട്രോ വിപുലീകരിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചി മെട്രോ എന്ന പേരിലേക്ക് പറയുന്നതിലുള്ള ഒരു അസൗകര്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കേരളം മെട്രോ എന്ന ഒരു, കേരളം മുഴുവൻ അംഗീകരിക്കുന്ന മെട്രോ എന്ന തരത്തിലേക്ക് പേര് മാറ്റാനായി KMRL തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരിനായി അപേക്ഷ നൽകുന്നത്. അതോടൊപ്പം തന്നെ നാഗ്പൂർ മെട്രോ മഹാരാഷ്ട്ര മെട്രോ ആയും, ലക്നൗ മെട്രോ ഉത്തർപ്രദേശ് മെട്രോ ആയും, അഹമ്മദാബാദ് മെട്രോ ഗുജറാത്ത് മെട്രോ ആയും ഒക്കെ പേര് മാറ്റിയിരുന്നു. ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കേരളം മെട്രോ എന്ന തരത്തിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KMRL MD ലോക്നാഥ് ബെഹ്റ സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും കൊച്ചി മെട്രോ പേര് മാറ്റുകയാണ്. പേര് മാറ്റുക എന്നത് സാങ്കേതികതയിൽ മാത്രമല്ല, അതിനപ്പുറം കൂടുതൽ നഗര ഗതാഗത പദ്ധതികൾ വിശദമായി ഏറ്റെടുക്കാനാണ് പദ്ധതികളും നീക്കവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.